പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥികൾ അടുത്തയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപേ പ്രചാരണം തുടങ്ങാനാണ് CPIM തീരുമാനം. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, വലിയ കോലാഹലങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ നടക്കുന്നതിനിടെയാണ് ഇനി ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. ഏതായാലും ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നതെന്നതിൽ സംശയമില്ല. അപ്പോൾ അതിലെന്താണ്, എങ്ങനെയാണ് ഇതിലേക്കൊക്കെ ഒരുങ്ങുന്നത് CPIM? അനുജ പറഞ്ഞതുപോലെ തന്നെ വലിയ അഭിമാന പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ആ ഒരു വിലയിരുത്തലിലാണ് പാർട്ടി മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആലോചിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതിയിലാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത്. പാലക്കാട്, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റികളോട് സ്ഥാനാർത്ഥികളുടെ പട്ടിക നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ക്രോഡീകരിച്ച് പേരുകളിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ CPM എത്തിയേക്കും. പാർട്ടി ഈ കാലഘട്ടത്തിൽ കടന്നുപോകുന്ന ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 20ൽ 19 സീറ്റും തോൽക്കുന്നു. അങ്ങനെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം. മാത്രമല്ല, ഈ രണ്ട് മണ്ഡലങ്ങളും പാർട്ടിക്ക് വലിയ വിലപ്പെട്ട മണ്ഡലങ്ങളാണ്. ഒന്ന് ചേലക്കര CPMന്റെ സിറ്റിംഗ് മണ്ഡലമാണെങ്കിൽ പാലക്കാട് അങ്ങനെയല്ല. പക്ഷേ പാലക്കാട് വലിയ പോരാട്ടങ്ങൾ ഉള്ള, പാർട്ടിക്ക് വലിയ പാരമ്പര്യമുള്ള മണ്ഡലം കൂടിയാണ്. ചേലക്കരയിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, പാർട്ടിക്ക് വലിയ വോട്ട് ബേസുള്ള, വലിയ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര. അവിടെ രാധാകൃഷ്ണൻ തുടർച്ചയായി മത്സരിക്കുന്ന, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച CPM തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല. BJPക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെ അതിശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയില്ലെങ്കിൽ മണ്ഡലം തിരികെ പിടിക്കാനാകില്ലെന്നാണ് CPM കരുതുന്നത്. ചേലക്കരയിലും അതിശക്തമായ മത്സരം നടത്താൻ കോൺഗ്രസും കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രണ്ട് മണ്ഡലങ്ങളും നിർത്താനാണ് CPM ആലോചിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ഏതാണ്ട് 2 മാസം, ഇപ്പോൾ ഏതാണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് ഏതാണ്ട് 4 മാസം കഴിഞ്ഞു. ഇനി വൈകാതെ തന്നെ ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അതിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എല്ലാ വോട്ടർമാരെയും പരമാവധി നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ളൊരു ആലോചനയാണ് CPM നടത്തുന്നത്. എന്തായാലും അടുത്ത ആഴ്ച കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെയും അന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അനുജ, ശരി, പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചാരണത്തിലേക്ക് കടക്കാൻ CPIM